ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ആഗോളതലത്തിലുള്ള ക്രിസ്ത്യൻ സഭകളുടെ അതിനകത്തുള്ള പ്രത്യേക വിഭാഗങ്ങളുടെയും കാര്യമാണ്. അതുപോലെ കേരളത്തിലെ അവസ്ഥയെക്കുറിച്ചൊന്ന് പറയാമോ? കേരളത്തിലെ വിവിധ വിഭാഗങ്ങൾ തമ്മിലുള്ള വഴക്കുകളോ സ്പർദ്ധകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഈ കേരളത്തിലെ ക്രിസ്തുമത ചരിത്രത്തോട് ബന്ധപ്പെടുത്തി വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഏടെന്ന് പറയുന്നത് സെൻറ്റ് തോമസിനോട് ബന്ധപ്പെടുത്തി വരുന്നൊരു കാര്യമാണ്. അപ്പോൾ അതൊരു മിത്തിക്കലായിട്ടുള്ളൊരു സംഭവമായിട്ടാണ് ആധുനിക ഗവേഷണ രംഗത്ത് പ്രവർത്തിക്കുന്നവരും അല്ലെങ്കിൽ ചരിത്രത്തിൽ ബന്ധപ്പെട്ടവർ കണക്കാക്കുന്നത്. കാരണം AD 52 സെൻറ്റ് തോമസിനോട് ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ ഒരു വരവ്, അതിനോട് ബന്ധപ്പെടുത്തി കേരളത്തിലെ ബ്രാഹ്മണ സമുദായത്തോട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ ഉന്നത കുലജാതിന്നതൊക്കെ അവകാശപ്പെടുന്ന ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാകുന്ന മതപരിവർത്തനം, ഇതിനെപ്പറ്റിയാണ് ഈ ക്രിസ്തുമതത്തോട് ബന്ധപ്പെട്ട് വരുന്ന കേരളത്തിലെ ആദ്യത്തെ ഈ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഒരു എന്താ പറയുന്നത് തുടക്കമുണ്ടാകുന്നതായിട്ട് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഈ AD 52 ശേഷമുണ്ടാകുന്ന ആ ഒരു ക്രിസ്തുമതത്തോട് ബന്ധപ്പെട്ട് വരുന്ന ചരിത്രം നിലനിൽക്കുമ്പോൾ നമുക്കറിയാം, പിന്നീടൊരു കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ, അതായത് ക്രിസ്തുമതത്തോട് ബന്ധപ്പെട്ട ആൾക്കാർ കേരളത്തിലുണ്ടെന്നുള്ള വിശ്വാസം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയുകയാണ്, ഈ പോർച്ചുഗീസുകാരോട് ബന്ധപ്പെട്ട് വരുന്നൊരു വിഭാഗം കേരളത്തിലേക്ക് വരുന്നുണ്ട്. ആ പോർച്ചുഗീസുകാരോട് ബന്ധപ്പെട്ട് വരുന്ന വിഭാഗം കടന്നു വരുമ്പോൾ അവരെന്ന് പറഞ്ഞ കത്തോലിക്ക മതത്തിൻ്റെ നേരിട്ടുള്ള, അതായത് പോപ്പിൻ്റെ നേരിട്ടുള്ള ആശീർവാദം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് കേരളത്തിലേക്ക് ഈ പോർച്ചുഗീസുകാർ കടന്നു വരുന്നത്. അപ്പോൾ പോർച്ചുഗീസുകാർ കടന്നു വരുമ്പോൾ കത്തോലിക്ക മതവിശ്വാസികളായിട്ടുള്ള പോർച്ചുഗീസുകാർ കടന്നു വരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പോർച്ചുഗീസുകാരുടെ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ കൊടുങ്ങല്ലൂരുള്ള സെൻറ്റ് തോമസ് മതവിശ്വാസികളായ ഒത്തിരി ആളുകൾ വാസ്കോ ഡ ഗാമയെ വന്ന് കാണുന്നുണ്ട്. അത് പല ഘട്ടത്തിൽ സംഭവിക്കുന്നുണ്ട്. അതായത് പോർച്ചുഗീസ് കാലഘട്ടത്തിൽ പല കാലഘട്ടത്തിലായിട്ട് അല്ലെ പല സമയങ്ങളിലായിട്ട് ഈ സെൻറ്റ് തോമസ് മതവിശ്വാസികൾ ഈ പറയുന്നവർ വന്ന് കാണുന്നുണ്ട്. അപ്പോൾ സെൻറ്റ് തോമസ് എന്ന് പറയുന്ന ആ മതവിശ്വാസികൾ എന്ന് പറയുന്നത് ഉന്നതകുല ജാതരായിട്ടുള്ളൊരു വിഭാഗമാണെന്നാണ് അവർ കണക്കാക്കുന്നത്. അപ്പോൾ അവർ ഈ സെൻറ്റ് തോമസ് എന്ന് പറയുന്ന ആ വിഭാഗം പോർച്ചുഗീസുകാരുടെ സഹായം തേടുന്ന മറ്റൊന്നും കൊണ്ടല്ല. കച്ചവട കാര്യങ്ങൾ അവർക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണം, അതിനൊരു വളർച്ച ഉണ്ടാകണം. അപ്പോൾ അവിടെ ഒരു ശത്രു വിഭാഗമായിട്ട് കണക്കാക്കുന്ന മുസ്ലിങ്ങളാണ്. അതവിടെ നിൽക്കുന്നതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലേക്ക് വരുന്ന ഈ പോർച്ചുഗീസുകാരെ സംബന്ധിച്ച് അവരുടേതായിട്ടുള്ള ഇന്ത്യയിലെ നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ട് അവർക്ക് സേനാനികളുടെ കാര്യത്തിലോ അല്ലെങ്കിൽ അവരുടെ മറ്റു കാര്യങ്ങളുടെ സഹായിക്കുന്നതിന് കേരളത്തിലേതായിട്ടുള്ള ജനസമൂഹത്തെ ആവശ്യമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവർ മതത്തോട് ബന്ധപ്പെട്ട് വരുന്ന കൺവർഷൻ നടത്തുന്നുണ്ട്. അങ്ങനെയാണ് തീരദേശത്തോട് ബന്ധപ്പെട്ട് വരുന്ന പ്രദേശങ്ങളിലാണ് ഇവരതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അങ്ങനെ 1542 നമുക്കറിയാം, 1542 സെൻറ്റ് ഫ്രാൻസിസിനോട് ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും കുപ്രസിദ്ധമായിട്ടുണ്ടാകുന്ന മതപരിവർത്തനം നടക്കുന്നത്. അതായത് തിരുവിതാംകൂറിൻ്റെ തീരങ്ങളിൽ 10,000-ഓളം വരുന്ന മുക്കു സമുദായത്തോട് ബന്ധപ്പെട്ട് വരുന്ന ആൾക്കാരെയാണ് സെൻറ്റ് ഫ്രാൻസിസ് ആ കാലഘട്ടത്തിൽ മതമാറ്റം നടത്തുന്നത്. അപ്പോൾ അതിനുശേഷം മൈലാപ്പൂർ എന്ന് പറയുന്ന പ്രദേശങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ തമിഴ്നാടിൻ്റെ പ്രദേശങ്ങളിലെല്ലാം ഇതേ മതപരിവർത്തനം അദ്ദേഹം നടത്തുന്നുണ്ട്. അപ്പോൾ മതപരിവർത്തനം നടത്തിയ കേരളത്തിലെ തദ്ദേശീയരായിട്ടുള്ളതും അതുപോലെ തന്നെ തീരദേശത്തോട് ബന്ധപ്പെട്ട് വരുന്നവരും അതിലേറെ ഭാഗവും മത്സ്യബന്ധനത്തോട് ബന്ധപ്പെട്ടവരായിരുന്നു. അവരെല്ലാം ക്രിസ്തുമതം സ്വീകരിക്കുമ്പോഴും റോമൻ കത്തോലിക്ക മതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അവരെ കണക്കാക്കിയിരുന്നില്ല. അവരെ കണക്കാക്കുന്നത്, അതായത് അവരുടെ മതപരമായ ആചാരാനുഷ്ഠാനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഭാഷ റോമൻ കത്തോലിക്ക മതത്തിൻ്റെ ലാറ്റിൻ ലത്തീൻ ഭാഷയായിരുന്നുകൊണ്ട് ഈ വിഭാഗത്തെ എന്താ പറയുന്നത് ലാറ്റിൻ ക്രിസ്ത്യാനികൾ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, ക്രിസ്തുമതത്തോട് ബന്ധപ്പെടുത്തി സെൻറ്റ് തോമസ് ക്രിസ്ത്യാനികൾ നിലനിൽക്കുന്നുണ്ട്. പിൻകാലത്ത് പോർച്ചുഗീസുകാർ വരുന്നു. ആ പോർച്ചുഗീസുകാരോട് ബന്ധപ്പെടുത്തി പുതിയൊരു സമുദായം ഉണ്ടാകുന്നു. ആ സമുദായമാണ് ഈ പറയുന്ന LC എന്നെല്ലാം പറയുന്ന അല്ലെങ്കിൽ ലാറ്റിൻ ക്രിസ്ത്യൻ എന്ന് പറയുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത്. ഇതിങ്ങനെ പോകുന്നു. ഇതിന് പോകുന്നൊരു ഘട്ടം കഴിയുന്നു. പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അതായത് ഈ സെൻറ്റ് തോമസ് ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൻ്റെ ഇടയിലേക്ക് അല്ലെങ്കിൽ ആ സമൂഹത്തോട് ബന്ധപ്പെട്ട് വരുന്ന മലയോര പ്രദേശങ്ങളിലേക്ക് 339 ആകുമ്പോൾ അവരുടേതായിട്ടുള്ള മതപരമായ കാര്യങ്ങളുടെ ഉണർവിന് വേണ്ടി സിറിയ എന്ന് പറയുന്ന കാനായി എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് നിന്നും തോമസ് ലീഹ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം വരുന്നു, ഒരു പ്രീസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഇതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ വന്നിറങ്ങി അവിടെ പള്ളികൾ സ്ഥാപിച്ചതായിട്ട് പറയുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കാനായി തോമയോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു പുതിയ സമൂഹം ഉണ്ടാകുന്നു. ആ സമൂഹത്തോട് ബന്ധപ്പെട്ടാണ് സിറിയൻ ക്രിസ്ത്യാനികൾ കേരളത്തിലുണ്ടാകുന്നത്. അപ്പോൾ മറ്റൊരു സമൂഹം കൂടി കേരളത്തിലുണ്ടാവുകയാണ്. അപ്പോൾ സിറിയൻ ക്രിസ്ത്യാനികളോട് ബന്ധപ്പെട്ട് വരുന്ന ആ സമൂഹം നിലനിൽക്കുമ്പോൾ തന്നെയാണ് സിറിയൻ ക്രിസ്ത്യാനികളോട് ബന്ധപ്പെട്ട് വരുന്ന വിഭാഗങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ആചാരാനുഷ്ഠാനങ്ങൾ, അവരുടെ മതപരമായിട്ടുണ്ടാകുന്ന ഭാഷകൾ, ആ ഭാഷകളെല്ലാം മാറ്റിക്കൊണ്ട് ലത്തീൻ ഭാഷ അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നൊരു കാഴ്ചപ്പാടുമായിട്ട് ഈ പോർച്ചുഗീസുകാർ നിലനിൽക്കുന്നത്. അപ്പോൾ പോർച്ചുഗീസുകാർ അതിനുവേണ്ടി എന്താ ചെയ്യുന്നത്, ആദ്യമായിട്ട് ഒരു സുനഹദോസ്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 1599 ഉദയംപേരിൽ ഒരു മതസമ്മേളനം നടത്തുകയാണ്. അതായത് മതത്തിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുന്നതിന് വേണ്ടി 1599 ഉദയംപേരിൽ ഒരു സുനഹദോസ് നടത്തുകയാണ്. ആ സുനഹദോസിനോട് ബന്ധപ്പെടുത്തി ഇവർ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യങ്ങളുണ്ട്. അതായത് സിറിയൻ ക്രിസ്ത്യാനികൾ പിന്തുടരുന്ന കുറേ കാര്യങ്ങൾ ഇവർ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കണം. ആ ഉപേക്ഷിക്കേണ്ട കൂട്ടത്തിൽ ഹിന്ദു മതത്തോട് ബന്ധപ്പെട്ട് വരുന്ന കുറേ അനാചാരങ്ങളുണ്ട്. അതായത് ഹിന്ദു മതത്തോട് ബന്ധപ്പെടുത്തി
ഈ ക്രിസ്തുമത വിഭാഗം പുലർത്തുന്ന കാര്യങ്ങളെല്ലാം അവർ ഉപേക്ഷിക്കാനാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഇതിലൊന്നും പെടാതെ, അതായത് ഈ ചർച്ചയിൽ പങ്കെടുക്കാതെ സിറിയൻ ക്രിസ്ത്യാനികളോട് ബന്ധപ്പെട്ട ഒരു വിഭാഗം മാറി നിൽക്കുന്നുണ്ട്. ആ മാറി നിന്ന വിഭാഗത്തെ ജാക്കോബേറ്റുകൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ചർച്ചയുടെ ഭാഗമായിട്ട് കുറേ ആൾക്കാർ എന്താണ് ചെയ്യുന്നത്, ഈ പറയുന്ന ലത്തീൻകരണം അല്ലെങ്കിൽ ലത്തീൻ വൽക്കരണം നടക്കുന്നുണ്ട്. അതായത് ലാറ്റിൻ ഭാഷ അവരുടെ മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചോളാം എന്ന് പറയുന്നുണ്ട്. ചില വിഭാഗം ഇതിനെ എതിർത്തു നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്നൊരു സമയം കഴിയുന്നു. ഇതോട് ബന്ധപ്പെടുത്തി നമ്മൾ മനസ്സിലാക്കേണ്ടത്, പിന്നീടും ഈ സിറിയൻ ക്രിസ്ത്യാനികളുടെ ഇടയിൽ, അതായത് സിറിയൻ ക്രിസ്ത്യാനികളുടേതായിട്ടുള്ള ഒരു പ്രീസ്റ്റ് ഇവർക്കുണ്ടാവുന്നില്ല. ഈ സിറിയൻ ക്രിസ്ത്യാനികളുടെയും കൂടി കാര്യങ്ങൾ നിർവഹിച്ചു പോകുന്നത് ഈ ഗോവയിൽ നിന്ന് വന്നിട്ടുള്ള അലക്സിസ് മെൻസിസ് എന്ന് പറയുന്ന ഒരു മെത്രാനായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് പോപ്പിൻ്റെ ആശീർവാദങ്ങൾ ഉണ്ടായിട്ടില്ല. അതായത് കേരളത്തിലെ സിറിയൻ ക്രിസ്ത്യാനികളുടെ മേലുണ്ടാകുന്ന ഇത്തരം നടപടിക്രമങ്ങളിൽ പോപ്പിൻ്റെ അംഗീകാരം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവരെപ്പോഴും ഇവർ തമ്മിലൊരു സ്പർദ്ധയായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ കിഴക്കൻ റോമ സാമ്രാജ്യത്തോട് ബന്ധപ്പെട്ട് വരുന്ന, അല്ലെങ്കിൽ ഓർത്തഡോക്സ് ക്രിസ്ത്യാനിറ്റിയോട് ബന്ധപ്പെട്ട് വരുന്ന ബാബിലോണിയിൽ നിന്നും മറ്റൊരു പ്രീസ്റ്റ് ഈ കാലഘട്ടത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന പ്രീസ്റ്റുകളെല്ലാം ഇവരൊരിക്കലും ഉൾക്കൊള്ളാൻ ശ്രമിച്ചിട്ടില്ല. ഈ പോർച്ചുഗീസുകാരോട് ബന്ധപ്പെട്ട് വരുന്ന ആൾക്കാർ. അങ്ങനെ വരുന്നൊരു പ്രീസ്റ്റിനെ ഇവർ തടഞ്ഞു വെക്കുന്നു, അവർ ഗോവയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ആ പ്രീസ്റ്റിന്, അതായത് പൗരസ്ത്യ റോമൻ ക്രിസ്തുമതത്തോട് ബന്ധപ്പെട്ട് വരുന്ന പ്രീസ്റ്റിനെ ഞങ്ങൾക്ക് വിട്ടുതരണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സിറിയൻ ക്രിസ്തുമതത്തോട് ബന്ധപ്പെട്ട് വരുന്ന ആൾക്കാർ മട്ടാഞ്ചേരിയിലെ ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന കൂനൻ കുരിശ് എന്ന് പറയുന്ന ആ കുരിശിനോട് ബന്ധപ്പെടുത്തി അവരൊരു പ്രതിജ്ഞ എടുക്കുകയാണ്. അത് 1653 സംഭവിക്കുന്നത്. അപ്പോൾ 1653 ആ ഒരു അവരൊരു ശബ്ദമെടുക്കുകയാണ്. അതായത് ഞങ്ങളുടെ ആവശ്യം നിവർത്തിച്ച് കിട്ടാതെ ഞങ്ങൾ ഈ പറയുന്നിടത്ത് നിന്ന് പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സമരപരിപാടി അല്ലെങ്കിൽ പ്രതിഷേധമായി മുന്നോട്ട് പോവുകയാണ്.